പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയപ്പോൾ കുരു പൊട്ടിപ്പോയ ആ സുഡാപ്പികളും ജമാഅത്ത് ഇസ്ലാമി മൗദൂദികളൊക്കെ ഒന്ന് ഇങ്ങോട്ട് വന്നേ. ദേ ഈ ദൃശ്യം ഒന്ന് കണ്ടേ. എന്തേ നിങ്ങൾക്കൊന്നും അനക്കോ ആവിയോ ഒന്നുമില്ല, ചത്തതുപോലെ കിടക്കുകയാണല്ലോ. കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ പത്തരമാറ്റ് സംഖ്യയായിട്ടുള്ള ശ്രീജിത്ത് പണിക്കർ എന്ന മാധ്യമങ്ങളിലെ വാനര നിരീക്ഷകന്റെ വീട്ടിൽ ജന്മദിന ആശംസ നേരാനായി ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല നേരിട്ടെത്തിയ ദൃശ്യം ശ്രീജിത്ത് പണിക്കർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചു. എന്നിട്ട് ദേ ഇങ്ങനെ ഒരു ക്യാപ്ഷനും കൊടുത്തു: പിറന്നാൾ ആശംസകളുമായി ഒരു അപ്രതീക്ഷിത അതിഥി വീട്ടിൽ വന്നപ്പോൾ. ചെന്നിത്തലയും കുറച്ച് പരിവാരുകാരും കൂടി നിൽക്കുന്ന ആ ദൃശ്യം അത് കണ്ടിട്ട് കേരളത്തിൽ ഇടതുപക്ഷക്കാർക്ക് സംഘി ചാപ്പ കുത്താൻ നടന്ന സുഡാപ്പികൾക്കും മൗദൂദികൾക്കും ലീഗന്മാരുൾപ്പെടെയുള്ളവർക്ക് എന്തേ ഒരു ചെറിയ പ്രതിഷേധം പോലും ഇല്ല, അല്ലെങ്കിൽ വിമർശനമില്ല? കോൺഗ്രസുകാർക്ക് സംഘപരിവാറുകാരുടെ വീട്ടിൽ തിണ്ണ നിരങ്ങിയാൽ ഒരു പ്രശ്നവുമില്ല. മേനോൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഹിന്ദു ഐക്യവേദി നേതാവ് തീവ്ര വർഗീയ നിലപാട് സ്വീകരിക്കുന്നവരെല്ലാം കയറി ഇറങ്ങി നിരങ്ങുന്ന കാഴ്ച. അതോടൊപ്പം ആഭ്യന്തരമന്ത്രി ബ്രാൻഡഡ് സംഘപരിവാറുകാരന്റെ വീട്ടിൽ തന്നെ അങ്ങോട്ട് പോയി ജന്മദിനാശംസ നേരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മുടെ നാട്ടിൽ സെലക്റ്റീവ് വികാരമല്ലായിരുന്നുവെങ്കിൽ ഇതിലും ഉണരേണ്ട കാഴ്ച നമ്മൾ കാണേണ്ടതല്ലേ? പക്ഷേ ഉണരുന്നില്ല. അപ്പോ സംഘപരിവാറുകാരുമായി കോൺഗ്രസുകാർ ബന്ധം വേണമെന്ന് ആഗ്രഹിച്ചത് മൗദൂദികളും സുഡാപ്പികളുമാണ്. മൗദൂദികൾക്കും സുഡാപ്പികൾക്കും ഇടതുപക്ഷം ഈ നാട്ടിൽ വേണ്ട, സംഘപരിവാറും കോൺഗ്രസും ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് എന്ന് ചിന്തിക്കുന്നവരാണ്, അത് ആഗ്രഹിക്കുന്നവരാണെന്ന് തെളിയുകയാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ട് മീഡിയ വൺ ഉൾപ്പെടെയുള്ള ചാനലുകളിൽ ഇത് ചർച്ചയായി മാറിയില്ല? കേരളത്തിൽ എം.ആർ. അജിത് കുമാർ എന്ന ADGP RSS നേതാവിനെ കാണാൻ പോയത് പിണറായിയുടെ ഏജന്റായിട്ടായിരുന്നു എന്നായിരുന്നു പ്രചരണം. ഇപ്പോ അധികാരത്തിൽ വന്നു. എം.ആർ. അജിത് കുമാറിനെതിരെ എന്തെങ്കിലും ചെറുവിരൽ അനക്കിയോ? എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ? ഒന്നും ചെയ്തിട്ടില്ല. എം.ആർ. അജിത് കുമാർ RSS നേതാവിനെ കണ്ടത് പിണറായിക്ക് വേണ്ടി എന്ന് പറഞ്ഞവർ അയാളെ പൂമാലയിട്ട് സ്വീകരിച്ചിരിക്കുകയാണ്. കാര്യം അന്ന് അങ്ങനെ ഒരു യാത്രയ്ക്ക് പറഞ്ഞു വിട്ട് അതിനെ വാർത്തയാക്കിയത് എന്തിനു വേണ്ടി എന്ന് പറഞ്ഞാൽ അതും ഇതുപോലെ ഒരു പ്ലാന്റഡ് വാർത്തയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കോൺഗ്രസുകാരുടെ നിർദ്ദേശപ്രകാരമായിരുന്നോ അന്ന് RSS നേതാവിനെ അജിത് കുമാർ കാണാൻ പോയി എന്ന് സംശയിക്കാവുന്നതാണ്. ഇപ്പോ പരസ്യമായിട്ട് തന്നെ RSS നേതാക്കന്മാരുടെ വീടുകളിലും RSS നേതാക്കന്മാർ തിരിച്ച് മന്ത്രിമാരെയൊക്കെ കാണാൻ കയറി ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ മൗദൂദികളും സുഡാപ്പികളും അതിനെതിരെ ഒരക്ഷരം മിണ്ടുന്നില്ല. ലീഗ് മന്ത്രിമാരെ ഒപ്പയിരുത്തി ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ലീഗുകാരും മൗനമായി പിന്തുണയ്ക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? കോൺഗ്രസുകാർക്ക് ഈ രാജ്യത്താകമാനം എങ്ങനെയാണോ RSSനെ വളർത്തിയത്, അവരെ ചേർത്ത് നിർത്തുന്നത്, അതുപോലെ തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരാണെന്ന് പരസ്യമായി കാട്ടിത്തരികയാണ്. എന്നിട്ടും ഇന്നലകളിൽ സംഘപരിവാറിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവരാണെന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന മൗദൂദികളും സുഡാപ്പികളും മീഡിയ വൺ ചാനലും മാധ്യമം പത്രം ഉൾപ്പെടെയുള്ളവർ ഈ വാർത്തയെക്കുറിച്ച് ഒരക്ഷരം വിമർശിക്കാതിരിക്കുന്നിടത്തും ഇരുട്ടുമുറിയിൽ ദാവൂദുമാരെല്ലാം ഈ കാഴ്ച കാണാത്തതുപോലെ നടിക്കുന്നതും കാണുമ്പോൾ ഇവരെല്ലാം ഒറ്റക്കെട്ടാണ്, ഇവർക്കെല്ലാം RSS എന്ന് പറഞ്ഞാൽ അയിത്തമല്ല, അതിനോട് വിധേയത്വവും ബഹുമാനവും ഉള്ളവരാണെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ്. കമ്മ്യൂണിസ്റ്റുകളോട് മാത്രമാണ് ഇവർക്ക് എതിർപ്പുള്ളത്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകളെ RSS ചാപ്പകുത്തി മുസ്ലിം വികാരം ഉണർത്തിയതിനു ശേഷം കഴിഞ്ഞ 10 വർഷം നമ്മുടെ നാട്ടിൽ കാണാത്ത കാഴ്ചകൾ എല്ലാ ദിവസവും കണ്ണിന്റെ മുന്നിൽ കാണുമ്പോൾ അതൊന്നും ഈ വിഷജന്തുക്കൾക്ക് ഇപ്പോൾ ഒരു പ്രശ്നവുമല്ലാതായി മാറിയിരിക്കുന്നു. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇന്നലകളിൽ ഏതെങ്കിലും ഒരു CPM നേതാവ് ശ്രീജിത്ത് പണിക്കരുടെ വീട്ടിൽ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ പോയി ആശംസ അർപ്പിക്കാൻ എന്ത് ബന്ധമാണുള്ളത്? അപ്പോ നേരത്തെ മുതൽ ആത്മബന്ധമുണ്ട്. ശ്രീജിത്ത് പണിക്കരൊക്കെ ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ സംസാരിക്കുന്നത്? സംഘപരിവാറിന് വേണ്ടി മാത്രമല്ല, കോൺഗ്രസിന് കൂടിയാണ്. അതിന്റെ ആനുകൂല്യം പറ്റുന്നവരാണ് തങ്ങൾ എന്ന് ചെന്നിത്തല തെളിയിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ പരസ്യമായിട്ട് ഒരു സംഘപരിവാറുകാരന് തന്റെ ഫോട്ടോ ഇടാനുള്ള അനുമതി കൂടി കൊടുക്കുന്നത്. ഇപ്പോ അദ്ദേഹത്തിന്റെ ഓഫീസിൽ വന്ന് കണ്ടെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു. ഇത് മന്ത്രി തന്നെ അങ്ങോട്ടേക്ക് വീടന്വേഷിച്ച് ചെല്ലുന്ന ബന്ധമാണെങ്കിൽ കേരളത്തിലെ കോൺഗ്രസുകാർക്ക് RSSകാരുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് കണ്ട് വിലയിരുത്താവുന്നതാണ്.